ഹായ് ഹലോ അസ്സലാമു നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചമ്മന്തി റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയാണ്, നല്ല യമ്മിയാണ്. നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിനാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീട്ടിൽ കറികൾക്കൊന്നും കിട്ടാത്തൊരു ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, നല്ല യമ്മിയാണ്. അപ്പോൾ നമ്മൾ റമദാനൊക്കെ ആയിട്ട് ഒരുപാട് ഇറച്ചിയും മീനും ഒക്കെ, അതേപോലെ തന്നെ പലവിധ ഇറച്ചികളും അതേപോലെ മീനൊക്കെ കഴിച്ച് നമ്മളാകെപ്പാടൊരു മട്ടിപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വായ്ക്ക് സ്വാദായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് തന്നെ നമ്മൾക്ക് ചോറൊക്കെ കഴിക്കാം, നല്ല യമ്മിയായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയാണ്. അപ്പോൾ നമ്മളിതേപോലെ ഒരു ഇടിക്കല്ലിൽ തന്നെ നമ്മൾ ഇത് ഇടിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. അമ്മയൊക്കെ ഉള്ളിടത്താണെങ്കിൽ നമുക്ക് അമ്മിയിലിട്ട് ചതച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇടിക്കല്ലിലിട്ടിട്ടാണ് ഉള്ളിയും അതേപോലെ ഒരു പച്ചമുളകും 3 ഉണക്കമുളക് കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചതയാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കുന്നതിന് ശേഷം നമുക്ക് അതുകൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ചതക്കിയെടുക്കാം. അത്രയ്ക്ക് നമ്മൾ മിക്സിയിലിട്ട് ചതക്കിയാലും നമ്മൾക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടിക്കല്ലിൽ ഈ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇടിക്കല്ലിലോ അമ്മയിലോ ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ആ ഒരു പച്ചമുളക് കൂടെ അതിൽ ശരിക്കും ചതങ്ങാത്തുണ്ടായിരുന്നു, അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അതുകൂടെ നമുക്കൊന്ന് ചതക്കിയെടുക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് പപ്പടം ചേർക്കുന്നതാണ്, അപ്പോൾ നമുക്ക് ഉപ്പ് രസം ഒന്നുകൂടെ കൂടും. അപ്പോൾ ഞാനിത് ചതച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഒത്തിരി ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാന് അടപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നമ്മൾക്കിതിലേക്ക് ടേസ്റ്റ് കിട്ടുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പപ്പടം ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. 3 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ ഇതേപോലെ പൊടിച്ച് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളുടെ ആ ഒരു ഉള്ളിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ടില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നത് കൊണ്ട് ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴുത്ത പുളി ഞാനിതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പുളി എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാൻ നല്ല കട്ടിയുള്ള കാരണം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾക്ക് പുളി കുറവാണ്, അപ്പോൾ കുറച്ച് കൂടെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളുടെ ആ ഒരു പപ്പടത്തിൻ്റെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ തീ ലോയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഇതേപോലെ ഒരു ചമ്മന്തി നിങ്ങളും ഉണ്ടാക്കിയിട്ട് ചോറൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. നമുക്ക് നല്ല ടേസ്റ്റിയാണ്, വായക്കൊക്കെ നല്ല സ്വാദ് കിട്ടും. അപ്പോൾ ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിന് മാത്രമല്ല നമുക്ക് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം.